Hello, good morning. Good morning, ma'am. 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 Morning. Yes, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞോ എന്തെങ്കിലും ആരെങ്കിലും? ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാത്ത നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇഷ്യൂയിങ് ദ ഡിസാസ്റ്റർ അലേർട്ട് അല്ലെ. ഒരു ഡിസാസ്റ്റർ അലേർട്ട് നമ്മൾ എങ്ങനെയാ ഇഷ്യൂ ചെയ്യാം ഹോസ്പിറ്റൽസിലേക്ക്. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പരിസരങ്ങളിൽ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു ഇൻഫോർമേഷൻ ഹോസ്പിറ്റൽസിലേക്ക് വന്നാൽ അത് ഡിഫറെന്റ് യൂണിറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഹൗ ടു ബി ഇൻഫോംഡ് അല്ലെ, അതെങ്ങനെ ഇൻഫോം ചെയ്യണം എന്നുള്ളത് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ അടക്കം നമുക്ക് അവിടെ അത് മനസ്സിലാക്കി തന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴല്ല അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡിസിഷൻ എടുക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഓരോ ആക്ട് ചെയ്യേണ്ടത് അപ്പോഴല്ല. സോ ബിഫോർ ദാറ്റ് ആദ്യമേ തന്നെ എല്ലാ എന്താ പറയാ സമയത്തും നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് ആയിരിക്കും മിക്കവാറും ഒരു എന്താ പറയാ ഒരു ഇൻഫ്ലോ ഓഫ് പേഷ്യൻസ് ഉണ്ടാകുക. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു ഒഴുക്കാണ് എവിടേക്ക് ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസിനെയും കൊണ്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും അവിടെ അലേർട്ട് ഏറ്റവും കൂടുതൽ അലേർട്ട് ആകേണ്ടത് ഹോസ്പിറ്റൽസ് തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്കറിയാം ഇത്ര വിശാലമായ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരറ്റം മുതൽ അത് മറ്റേ അറ്റം വരെ എത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തന്നെ ദിക്കറിയില്ലാത്ത പോലെ ആവും അല്ലെ. ഇതിന്റെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഫാർമസി എവിടെയാണ്, ഓപ്പറേഷൻ ചെയ്യൽ നമുക്ക് തന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ പറയുന്ന സമയത്ത് എത്തുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വരും. അത്രയും വിശാലമായ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഓരോ യൂണിറ്റ്സിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അതായത് ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് എല്ലാവരെയും കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി. അപ്പൊ അവിടെ ഒരു ഇൻഫോർമേഷൻ, ഒരു അലേർട്ട് ആണ് എല്ലാവർക്കും വേണ്ടി പാസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സാമ്പിൾ പോലും തന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ്. വിത്തിൻ നോ ടൈം, അതായത് നമ്മൾ സമയമില്ല, ഇന്ന സ്ഥലത്ത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റിയും മറ്റു കാര്യങ്ങള് ഒഫീഷ്യൽസ് പ്രൊഫഷണൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കുറച്ച് മുമ്പ് അല്ലെ. അതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഏതൊക്കെ വിഭാഗങ്ങൾ അന്നേരം പുതിയതായിട്ട് എന്താ പറയാ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടും മെഡിക്കൽ റെക്കോർഡ്സ് തയ്യാറാക്കാൻ ഈ ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും താൽക്കാലികമായി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതിനൊക്കെയുള്ള അറേഞ്ച്മെന്റുകളൊക്കെ അവര് റെഡിയാണ്. ഓക്കെ, പക്ഷെ ആ റെഡി ആണെങ്കിലും വെൻ ടു ആക്ട്, എപ്പോഴാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ എപ്പോഴാണ് ഡിസാസ്റ്റർ ഉണ്ടായാൽ മാത്രമാണ്. അല്ലാണ്ട് ഈ ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഒഫീഷ്യൽസ് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ രൂപീകരിച്ച് വെച്ചിരുന്നിട്ട് അത് എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത് ആ സമയത്ത് ഇവരെ ഇൻഫോം ചെയ്യണം അല്ലെ. ആ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് തെറ്റായ രീതിയിലാവാൻ പാടില്ല. എല്ലാവർക്കും ഒരേ മെസ്സേജ്, അതായത് ഒരു ക്രിസ്പ് ആൻഡ് ഷോർട്ട് ടെലിഫോണിക് മെസ്സേജ് ആയിരിക്കണം എല്ലാവർക്കും
ഫോർവേഡ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. ഇനി അപ്പൊ ഈ പറയുന്ന ഓരോ യൂണിറ്റ്സിന്റെയും ഹെഡ്സിലേക്ക് all these informations to be passed within no time by the switchboard officer or operator. സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾക്കൊക്കെ അലേർട്ട് ആയിട്ട് എല്ലാവർക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ അവർ ചില പ്രൊവിഷൻസ് ആ ഒരു പ്ലാനിൽ, ഡിസാസ്റ്റർ പ്ലാനിൽ നടത്തേണ്ട ചില പ്രൊവിഷൻസ് കൂടി നമ്മൾ പറഞ്ഞു. ഒരു ഹോൾട്ടിങ് റൂട്ടീൻ, സർജറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടക്കാനുള്ളതുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക്, കുഴപ്പമൊന്നുമില്ലാത്ത സർജറീസ് ആണ് തൽക്കാലത്തേക്ക് നമുക്ക് ഹോൾട്ട് ചെയ്ത് വെക്കാം. നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് സർജറീസ് ആണെങ്കിൽ ഹാവ് ടു ബി ഡൺ ക്വിക്ലി, പെട്ടെന്ന് തന്നെ അത് തീർക്കണം. അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ, സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ they have to be evacuated to any other places. അല്ലെങ്കിൽ അവരെ മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക്, അവരുടെ റൂമിലേക്കോ വാർഡിലേക്കോ എവിടെയൊക്കെയാണോ അതിനുശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ആക്ട് ഇഫക്റ്റീവ്ലി, പെട്ടെന്ന് അതിന് അനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ ആണ്. എന്താണ് ആക്ടിവേഷൻ? ആക്ടിവേറ്റ് ആക്കുക എന്ന് വെച്ചാൽ ആക്റ്റീവ് ആകുക അല്ലെ. ഡിസാസ്റ്റർ പ്ലാനിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ വെർബൽ മെസ്സേജ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെലിഫോണിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് he will pass to all the departments. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിലേക്ക് ഈ ഒരു മെസ്സേജ് വെർബൽ ആയിട്ട്, നമ്മൾ വാക്കാല് ഫോണിക്കിന്റെ ഒക്കെ അത് കൊടുത്തു. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് ഈ ആക്ട് ചെയ്യേണ്ട കീ പേഴ്സണൽസ്, അലേർട്ടിംഗ് ആയിട്ട് നിൽക്കേണ്ട കീ പേഴ്സണൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തൊഴിൽ വിഭാഗമുണ്ട്. അവരും എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞ ഈ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു അതർ, അവരുടെ താഴേക്കുള്ള, അതായത് നമുക്ക് പറഞ്ഞു ഇവിടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. വെർബലായിട്ടാണ് ഇത് പാസ് ചെയ്തിരിക്കുന്നത് എങ്കിലും ആ ഇൻഫർമേഷൻസ് ഹെഡിൽ ഒതുങ്ങി നിൽക്കുകയല്ല, അത് അവരുടെ താഴേക്കുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ആ ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പൊ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ വാട്ട് എവർ ദേ ആർ ഗിവിംഗ് മെസ്സേജസ്, ഈ മെസ്സേജസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അത് ക്ലിയർ കട്ടായിട്ട് മറ്റുള്ളവർക്ക് അലേർട്ട് ആകാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ ഇനി ഈ പറയുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി, റിയൽ ആക്ടിവേഷൻ നടത്തേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി entrusted to the designated individual or individuals. ആർക്കൊക്കെയാണോ ഡിസൈൻ ചെയ്ത് ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരതനുസരിച്ച് എന്ത് ചെയ്യണം? നല്ല, അതായത് ഹയസ്റ്റ് ലെവലിൽ അവർ ഏറ്റവും പറ്റാവുന്ന രീതിയിൽ അവരതിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്യണം. അതിനകത്ത് ഉൾപ്പെടുന്ന ആളുകള് ഡയറക്ടർ ഓഫ് ദ ഹോസ്പിറ്റൽ ഉണ്ടാവും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി നമ്മൾ ഉണ്ടാകണം, പിന്നെ ചീഫ്, ഒരു നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിസാസ്റ്ററിന്റെ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ചീഫ് അല്ലെ, ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇവരെല്ലാവരും പെർഹാപ്സ് ഈ ഒരു കാര്യങ്ങൾ ആക്റ്റീവായിട്ട് പെട്ടെന്ന് ആ ഒരു റിയൽ ആക്ടിവേഷൻ നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരിലൂടെ ഇവർ ആദ്യം തന്നെ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ബാക്കിയുള്ളവർ അനങ്ങാതെ നിൽക്കാനോ അല്ല, അവരോടൊപ്പം നിന്ന് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ റിയൽ ആക്ടിവേഷൻ നടക്കുന്നത് ഈ പറയുന്ന ഡയറക്ടർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗൈഡൻസിലായിരിക്കും. പക്ഷേ എങ്കിലും ബാക്കിയുള്ളവരും കൃത്യമായിട്ട് അവരുടെ ഹയസ്റ്റ് ലെവൽ ആക്ടിവേഷൻ അവരും നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ എന്താ പറയാ ഈ ബോർഡിന്റെയും ഹോസ്പിറ്റൽസിന്റെ മൊത്തവും സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ, ഹോസ്പിറ്റൽ ഡയറക്ടർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? നോക്കിയ ഒരു കുഞ്ഞു പാരഗ്രാഫ് ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ ഒന്ന് വേഗം വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? അടുത്തത് റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ് ആണ്. അതായത് ഒരു റിസപ്ഷൻ ഏരിയ, റിസീവിംഗ് ഏരിയ, സോർട്ടിംഗ് ഏരിയ. നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ ഒരു ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ്, ഒരുപാട് പേഷ്യൻസിന് ഇങ്ങനെ ഡിസാസ്റ്ററിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരുമ്പോ ഇവരെല്ലാവരെയും നമുക്ക് കാഷ്വാലിറ്റീസിൽ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പേസ് നമ്മളുടെ ഒരു ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണോ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഡിസാസ്റ്ററിന്റെ നേച്ചർ,
അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് എത്രത്തോളം ആളുകളെ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ അത് എന്താ പറയാ പേഷ്യൻസിനെ അത് പേഷ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിലേക്ക് ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്ര വലിയൊരു ഡിസാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും. അപ്പൊ ഈ നമ്മുടെ സാധാരണയുള്ള കാഷ്വാലിറ്റി ഒക്കെ അപ്പൊ അതിന് ചിലപ്പോ തികഞ്ഞൂന്ന് വരില്ല അല്ലെ. അപ്പൊ ഒരു റിസപ്ഷൻ ഏരിയ, ഒരു സോർട്ടിംഗ് ഏരിയ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഓർ അലോക്കേറ്റഡ് ഫോർ ദ റിസീപ്റ്റ് ഓഫ് കാഷ്വാലിറ്റീസ്. ഇതുപോലുള്ള കാഷ്വാലിറ്റി പേഷ്യൻസിനെ റിസീവ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ സോർട്ടിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. സാധാരണ നമ്മള് എന്താ പറയാ സാധാരണ വരുന്ന പേഷ്യൻസിന് ഇഞ്ചുറീസ് മില്ലസും ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഷ്വാലിറ്റി മാത്രം പോരാ. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഈ പറയുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും ഒരു ലാർജ് ഇനഫ് ഏരിയ ഷുഡ് ബി കാറ്റേർഡ് ഫോർ ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ആണ്. എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ആണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആളുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ടോ ആ ഒരു അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവരെ സോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രാഥമികമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ നമ്മളപ്പോ എന്ത് ചെയ്തോളും എസ്റ്റാബ്ലിഷ് ചെയ്തോളും. അതൊക്കെ ആക്ടിവേഷന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ആ ഒരു കാഷ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല, തീർച്ചയായിട്ടും അല്ല. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കാഷ്വാലിറ്റിയുടെ ആവശ്യമില്ല. എന്നാൽ ഈ ഒരു ഡിസാസ്റ്റർ അലേർട്ട് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ദേ ഹാവ് ടു എസ്റ്റാബ്ലിഷ്. ആ സമയം മുതലാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കാഷ്വാലിറ്റി എത്രയും പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ സമയത്ത് ഓടിപ്പോയിട്ട് അല്ല, അതിനുകൂടി വേണ്ടി നമ്മൾ അതായത് ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കാണണം. നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം ഏത് നിമിഷവും. അപ്പൊ അതിനുവേണ്ടി ഒരു ഏരിയ നമ്മൾ എപ്പോഴും അങ്ങനെ വേക്കന്റ് ആയിട്ട് ഇടണം അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ എന്താ പറയാ എക്സ്ട്രാ മുറികളൊക്കെ പണിതെടുക്കും. നമ്മുടെ വീട്ടിലിപ്പോ ആകെ ഈ എന്താ പറയാ അത് കുടുംബം എന്ന് പറഞ്ഞതുപോലെ അത്രയും മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇത്രയും ആൾക്കാർ ഇത്രയും വലിയ വീട് എന്തിനാ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ എന്താ ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സമയം മാത്രമേ നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. ഇന്ന് പണിതിട്ട് 2-3 ആഴ്ച കഴിഞ്ഞ് വേറൊരു പണിയാം എന്ന് വിചാരിച്ചിട്ടല്ലോ അല്ലെ. നമ്മളുടെ ഫ്യൂച്ചർ നീഡ്സ് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നത്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, നമ്മൾ അതിനെ കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഇത്തരം ആളുകൾ ഇത്രയും ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സോർട്ടിംഗ് ഏരിയ ഓർ റിസപ്ഷൻ ഏരിയ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി ഓർ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിലവിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് അന്നേരം എന്തായി തോന്നും, ഇംപ്രോപ്പർ ആയി തോന്നും. വൈ? ബിക്കോസ് they cannot afford all these patients. ഇങ്ങനെയുള്ള ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസിന് അന്നേരം അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ സൈസിന് അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾക്ക് ഒക്കെ ഒരു പരിധിയുണ്ട്. അപ്പൊ അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വന്നാൽ നമുക്ക് എങ്ങനെ അവരെയൊക്കെ മാനേജ് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റിയും അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ വേറെ സ്ഥലത്തുണ്ട്. പക്ഷെ ഈ ഒരു സാധാരണ നടക്കുന്ന പേഷ്യൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതെല്ലാം കൊണ്ടൊന്ന് ഇങ്ങനെ പൊട്ടി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രത്യേക ഏരിയ എന്ത് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോ മാത്രമല്ല നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റൽസിനും അത് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? because their services area may be small in size. കാരണം ചില ഹോസ്പിറ്റൽസ് ഒക്കെ വളരെ ചെറുതാണ്. അപ്പൊ അവർക്ക് അതിന് അത്രയും ആളുകളിലേക്ക് ഉൾക്കൊണ്ട് എമർജൻസി സർവീസ് കൊടുക്കാൻ പറ്റിയ ഏരിയ സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറുതാണെങ്കിൽ കൂടി അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഏരിയ നമുക്ക് ഹോസ്പിറ്റലിൽ അകത്ത് തന്നെ വേണമെന്നില്ല, മൈറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു ഏരിയ അവർക്ക് എവിടെ ഫൈൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഏതെങ്കിലും ഇതുപോലെയുള്ള സെക്കൻഡറി ട്രയേജ് കൊടുക്കാനും അല്ലെങ്കിൽ ലാർജ് ഓഫ് പേഷ്യൻസ് ഈ പറയുന്ന പോലെ അറ്റ് എ ടൈം ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ തള്ളിക്കയറുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനും ഒക്കെ they can find some places which may be outside the hospital. ഹോസ്പിറ്റലിന്റെ പുറത്ത് തൊട്ട് പുറത്തൊക്കെ ചിലപ്പോൾ വല്ല സ്കൂൾസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ടോ അതൊക്കെ നോക്കി കണ്ടു വെക്കണം. മനസ്സിലായോ? സ്മോൾ സൈസ് ഓഫ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ, വലിയ സൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, അന്നേരം തന്നെ പെട്ടെന്ന് ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് ഏരിയ ഒരുക്കാൻ പറ്റും. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രെമിസസ് ഒക്കെ ലാർജ് ആണെങ്കിൽ, ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടൊക്കെ ഒരുപാട് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സെറ്റ് ചെയ്യാനായിട്ട് സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ പറ്റും. പക്ഷെ സൈസ് ഓഫ് ഹോസ്പിറ്റൽ ചെറുതാണെങ്കിൽ അവിടെ ഏരിയ ഇല്ല, നമുക്ക് പ്രെമിസസ് അധികമില്ല, ചുറ്റുവട്ടമൊക്കെ കുറച്ച് കുറവാണ്. അന്നേരം അവിടെ പിന്നെയും കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന
മാതിരി ആളുകളെ കൊടുന്ന് കുന്നുകൂട്ടാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഔട്ട്സൈഡിൽ അങ്ങനെയുള്ള സ്പേസ് ഏരിയാസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, if the number of patients are in large ആണെങ്കിൽ കേട്ടോ. ഇവിടെ ഒരു എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് എന്നാക്കണേ. ആ ഒരു സെന്റൻസിൽ എവിടെ മെമ്പർ എന്നായിട്ടേക്കണം. ആ മെമ്പർ മാറ്റി ഒന്ന് നമ്പർ എന്നാക്കാമോ? റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസിൽ while you go through this sentence, this should be a large enough area to cater to the expected number of casualties. Member alla kando reception of casualties ennu parayuna aa paragraph inde third line il third sentence alla third line third line sentence second sentence kandallo aa number aaka. Yes, അവിടെ വരുന്ന വായിച്ചു നോക്കിയേ. റിസപ്ഷൻ തുടങ്ങി അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് തീരുന്നിടത്തൊന്ന് വായിച്ച് നോക്കിയേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടാ. നിങ്ങൾ ഓക്കെയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്നൊക്കെ പറയുമ്പോ നമ്മള് അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരാൻ പാടില്ല. വായിച്ചിട്ടും അതായത് ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നതും അല്ലെ, അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. കാരണം ഡിസാസ്റ്റർ എന്താ പറയാ ദുരന്തം എന്ന് പറയുന്നത് ഫേസ് ചെയ്യുകയും മറ്റുള്ളവർ ഫേസ് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പഠിക്കണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇതൊരു പഠിക്കണം എന്ന് പറയാൻ വിചാരിക്കുന്ന ഒരു ടോപ്പിക് അല്ല. കഷ്ടപ്പെട്ട് ഇന്നത് പഠിക്കണ പോലെ പഠിക്കണം എന്നുള്ളതല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഒരു ഹോസ്പിറ്റൽസിൽ ഡിസാസ്റ്ററിന്റെ മാനേജ്മെന്റിൽ ഒരു വലിയ റോൾ, ഒരു വലിയ പങ്ക് തന്നെ ഹോസ്പിറ്റൽസിന് വഹിക്കാനുണ്ട് ഡിസാസ്റ്ററിന്റെ സമയത്ത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ പറഞ്ഞിരുന്നത് ഒരു ബേർഡ് ഐ വ്യൂ വിഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ബേർഡ് ഐ വിഷൻ എന്ന് നമുക്ക് പറയാം. എന്താ ബേർഡ് ഐ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി അതിന്റെ എന്താ പറയാ പറന്ന ആകാശങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോ അതിന് ചുറ്റുവട്ടം കുഞ്ഞ് ഏരിയ അല്ല, ഒരു ഭയങ്കര എന്താ പറയാ കൂടുതൽ ഏരിയ അതിന് വ്യൂ ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു വ്യൂ ആയിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. പക്ഷേ ഓരോ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനും ഒരു ബേം ഐ വ്യൂ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന് എന്താ പറയാ വേംസ് ഐ വ്യൂ ആണ് ഉണ്ടായിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ചുറ്റും വേം എവിടെയുള്ളത് മണ്ണിനാണ് അല്ലെ. അപ്പൊ അതിനകത്ത് അവിടെ അതിന്റെ ചുറ്റുവട്ടത്തുള്ളത് മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. സോ അവർക്ക് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്താൽ മതി. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഇത്രയും എന്താ പറയാ വലിയ ഒരു കാര്യം എന്താ പറയാ മാനേജ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പില് ആ ഒരു ഇതിന്റെ ടീമിന്റെ ഭാഗമാകേണ്ടവരാണ് ഇത് പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും. സോ ഇതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് കുറച്ചു കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ഓടിയെത്തേണ്ടവരാണ്. കാരണം ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറിന്റെ കൂടെ തന്നെ പറയുന്ന ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. കാരണം ഇവരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതെങ്കിൽ ഡിസാസ്റ്ററിന്റെ മാനേജ്മെന്റിലും തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ട് പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇനി ഈ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റിസപ്ഷൻസ് ഏരിയാസ് ഒക്കെ നമ്മൾ എന്താ പറയാ അന്നേരം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അത് അതായത് ഇത്തരം ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഏരിയാസ് നമ്മൾ അന്നേരം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആൻഡ് ഏരിയ അങ്ങനെയുള്ള ഏരിയാസ് എന്ത് ചെയ്യണം, ഈ പറയുന്ന പേഷ്യൻസിനെ റിട്ടൈൻ ചെയ്യാൻ, റിട്ടൻഷൻ ഓഫ് പേഷ്യൻസ്, അതുപോലെ സെഗ്രിഗേഷൻ ഓഫ് പേഷ്യൻസ് ആൻഡ് ഓൾസോ ബേസിക് ഡോക്യുമെന്റേഷൻ of their incoming casualties. ഈ പറയുന്ന വരുന്ന പേഷ്യൻസിന്റെ അവരെ നിലനിർത്തണം. അവിടെ ഇപ്പൊ തന്നെ നോക്കിയിട്ട് അങ്ങനെ വിടാനും പറ്റൂല. കാരണം അവർക്ക് ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ അവിടെ തന്നെ വെച്ച് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ. സർവൈവ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന പേഷ്യൻസിന് അന്നേരം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കണം. അല്ലാണ്ട് ഇനി ഇവിടുന്ന് പോയി മരുന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരെ ഉന്നതയിൽ വിടാൻ പറ്റുമോ?
സാധാരണ എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന ട്രീറ്റ്മെന്റ്, കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റ് ഇവിടെ പറ്റില്ല. ഇനി ഇവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിക്കോ, അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോക്കോ എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവരെ നമ്മൾക്ക് തിരിച്ച് എന്താ പറയാ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അന്നേരം തന്നെ ചെയ്യേണ്ടത് അവിടെ തന്നെ വെച്ചിട്ട് എല്ലാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഫാർമസിയിൽ നിന്നും മരുന്നുകൾ സപ്ലൈ ചെയ്തിട്ട് ഫാർമസി അല്ലെങ്കിൽ ഇത്തരം ഡിസാസ്റ്ററിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഫാർമസി അതിന് സെപ്പറേറ്റ് ഉണ്ടാക്കണം. അവിടേക്ക് പെട്ടെന്ന് മെഡിസിൻസ് കൊണ്ടത് സ്റ്റോർ ചെയ്യണം. കാരണം എന്നാലേ ഇവർക്ക് അത് പെട്ടെന്ന് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ദൂരെയൊക്കെ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ചിലപ്പോൾ ഇവരുടെ ലൈഫിനെ നമുക്ക് പിടിച്ചെടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പേഷ്യൻസിനെ കുറച്ചു നേരത്തേക്ക് റിട്ടേൺ ചെയ്യാൻ എന്ന് വെച്ചാൽ നിലനിർത്താൻ, പിന്നെ അവരുടെ സെഗ്രിഗേഷൻ, എന്താ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വേർതിരിക്കേണ്ടി വരും അല്ലെ. അതായത് ഇന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം, വേർതിരിക്കേണ്ടി വരും. അത് പിന്നെ ഇവരുടെ ഡോക്യുമെന്റേഷൻസ്, ഇവരുടെ പേരും മറ്റു കാര്യങ്ങളും വിവരങ്ങളൊക്കെ ശേഖരിച്ച് അറിയാവുന്നവരുടെയൊക്കെ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇതെല്ലാം ഇവിടെ നടത്തണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ വേണം അവര് ചൂസ് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അല്ലാണ്ട് എന്താ പറയാ കുഞ്ഞ് സ്പേസ് നോക്കിയിട്ട് ഇതെല്ലാം പറ്റണില്ല എന്നിട്ട് അത് കൊടുക്കുന്നു, പിന്നെ കുറെ സ്ഥലം ആവശ്യമില്ലാതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയി കണ്ടെത്തി അങ്ങനെ കാഷ്വാലിറ്റീസ് ഫോം ചെയ്യാൻ പാടില്ല എന്ന് വരും. അങ്ങനെ ഇവരെ എല്ലാവരെയും റിട്ടൈൻ ചെയ്യാനും ഇവരെ വേർതിരിക്കാനും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പറ്റിയ ഒരു ഇടമാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ നമുക്ക് സ്ഥലമില്ലാത്ത ഹോസ്പിറ്റൽസ് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും ആ ഒരു സെന്റൻസ്, മനസ്സിലായോ? The area should allow for retention, segregation and basic documentation of incoming casualty. ഇതുപോലെ പെട്ടെന്ന് വന്നുകൊണ്ടിരുന്ന കാഷ്വാലിറ്റീസിനെ നിലനിർത്തണം, അവരെ വേർതിരിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കണം. അങ്ങനെയൊക്കെ വെറുതെ മരുന്നുകൾ കൊടുത്താൽ പോരാ, അവരുടെ പേരും ഇവരൊക്കെ എഴുതിയിട്ടുണ്ട് മരുന്നും മറ്റൊക്കെ കുറിക്കാനായിട്ട് അല്ലെ. ചില ആളുകൾക്ക് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടാകാം, ചിലർക്ക് പുറത്ത് എക്സ്റ്റേണൽ മാത്രം ഇഞ്ചുറീസ് ഉണ്ടാകുള്ളൂ, ചിലർക്ക് പെട്ടെന്ന് എന്താ പറയാ സെഡേഷനൊക്കെ വരും അല്ലെ. ഇങ്ങനെ എന്താ പറയാ ഓർമ്മക്കുറവ് പോലെയോ പെയിന്റിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്കോ കോമ സ്റ്റേജസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വേർതിരിച്ച് ഓരോ പേഷ്യൻസിനെ അറിയണമെങ്കിൽ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. കൂടെ വരുന്നവരോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ പറയാൻ പറ്റുമെങ്കിലോ അതൊക്കെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം നടക്കാൻ വേണ്ട മാത്രം ഏരിയ ഈ ഒരു കാഷ്വാലിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? ആൻഡ് ദ സോർട്ടിംഗ് സ്റ്റാഫ്, ഇവരെ ഈ പേഷ്യൻസിനേക്ക് നമ്മളിങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ അല്ലെ, അവരുടെ രോഗത്തിന്റെ ആധിക്യം ആ ഒരു വെച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ നോക്കി അങ്ങനെ അവരെ സോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇവരെ ഈ പറയുന്ന സോർട്ടിങ് ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇറ്റ് ഷുഡ് ബി സൂപ്പർവൈസ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ ഓർ സർജൻ. അപ്പൊ എന്ത് ചെയ്യണം, ഇവര് സോർട്ട് ചെയ്യും. നമുക്കറിയാം സോർട്ടിംഗ് സ്റ്റാഫ്, നമുക്കറിയില്ല വെദർ ദേ ആർ എക്സ്പീരിയൻസ്ഡ് ഓർ നോട്ട്, അവർക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ടോ, എങ്ങനെയുള്ള അസുഖമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതൊക്കെ കൃത്യമാണ് എന്ന് എൻഷുർ ചെയ്യാനായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനോ ഒരു സർജനോ കൂടെ ഉണ്ടായിരിക്കണം ഇങ്ങനെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുമ്പോൾ. ചിലപ്പോ പുറമെ ചില ആളുകൾക്ക് വേറെ പ്രശ്നവും തോന്നൂല, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ അതിയായ ചിലപ്പോൾ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്ടേഴ്സോ സർജൻസിനൊക്കെ അവർക്ക് അത് മനസ്സിലാവുള്ളൂ. സോർട്ടിംഗ് സ്റ്റാഫിന് ചിലപ്പോൾ അത്തരം എന്താ പറയാ അഗാധമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ചിലപ്പോ പേഷ്യൻസിന്റെ കാര്യങ്ങൾ അറിയാനോ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവര് കൂടി ഒന്ന് സൂപ്പർവിഷൻ നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ്. ഓക്കെ, ആൻഡ് ഓൾസോ സഫീഷ്യന്റ് എക്യുപ്മെന്റ്, സപ്ലൈസ്, അപ്പാരറ്റസ് അല്ലെ, ഇവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ അതും കൃത്യമായിട്ട് അവിടെ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യാ നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിന് വേണ്ട സ്ഥലങ്ങളിലേക്ക് എന്താ പറയാ മാറ്റാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ ഈ പറയുന്ന പേഷ്യൻസിനൊക്കെ കാഷ്വാലിറ്റിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തി പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം അങ്ങോട്ട് മാറ്റണം. അപ്പൊ ഈ തൊട്ടടുത്ത സ്ഥലത്തുനിന്ന് അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില എന്താ പറയാ നമുക്കറിയാലോ സ്ട്രെച്ചേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയേഴ്സ് ആണെങ്കിൽ അതാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടെ എത്തണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി ക്യാൻ മൂവ് ദ പേഷ്യന്റ് എഫിഷ്യന്റ്ലി, പെട്ടെന്ന് പേഷ്യൻസിനെ പറയുന്ന ഇടങ്ങളിലേക്ക് മാറ്റാനും പറ്റുള്ളൂ. അപ്പൊ ഇതിനുള്ള കെയറിംഗ് ഒക്കെ ഈ ഡിസാസ്റ്റർ പ്ലാനിൽ ഇവര് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള ആക്ടിവേഷൻസും ഈ പ്ലാനിങ്ങിൽ നടത്തുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം കുഞ്ഞു 2 പാരഗ്രാഫ് കൂടി.
ഓക്കെ, യെസ്. അടുത്തത് ടാസ്ക് അറ്റ് ദ റിസപ്ഷൻ. ഇനി നമ്മൾ റിസപ്ഷനിൽ, അതായത് പേഷ്യൻസിനെ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഇനി അവിടെ ഒരു ചില ഇൻഫർമേഷൻസ്, ഇന്ന ആൾക്കാരുണ്ടായിരിക്കണം, അവർ ഇന്ന ടാസ്കുകൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആരൊക്കെയാണ് അവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാറ്റഗറി 1 വരുന്ന ഒരു ഡോക്ടർ കാറ്റഗറി 1 കേട്ടോ. അതിൽ ഒരു ഡോക്ടർ എന്തിനു വേണ്ടിയിട്ട് വാട്ട് ടാസ്ക് ഹി വിൽ പെർഫോം, ചെക്ക് പ്രയോറിറ്റി. ആ ചെക്കിങ് പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം, ഓരോ ആളുകളെ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ. He should be assisted by 2 nurses. എന്ത് ചെയ്യണം, 2 nurses വേണം. എന്തിന്, ഈ ചെക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യണ്ടേ. ഡോക്ടർമാരുടെ കൂടെ ഒരു നഴ്സ് കണ്ടിട്ടല്ലോ നമ്മുടെ, അല്ലേ? അപ്പൊ ഇപ്പൊ റൗണ്ട്സിനൊക്കെ പോകുമ്പോ ഒരു നഴ്സ് അസിസ്റ്റ് ചെയ്ത് പോകും. കാരണം ഡോക്ടേഴ്സ് ഇന്ന് പറയുന്നത് ഇന്ന് നോക്കണോട്ടോ. അപ്പൊ ഡോക്ടേഴ്സ് വെറുതെ അത് പറയുള്ളൂ, എഴുതില്ല. അത് എഴുതി വെക്കേണ്ടതാരാ, നഴ്സസ് ആണ്. ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഡോക്ടേഴ്സ് പോയി കഴിയുമ്പോൾ നഴ്സസ് എന്ത് ചെയ്യണം, ഈ പേഷ്യൻസിനും അങ്ങനെയുള്ള എന്തെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവരോടും കൺവേ ചെയ്യണം. മാത്രമല്ല ഇവരുടെ ഇൻഫർമേഷൻസിലേക്ക് വേണ്ടിയിട്ട് ആ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ നോട്ട് ചെയ്യാൻ വേണം. നഴ്സസ് നോട്ടൊക്കെ തയ്യാറാക്കും, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നഴ്സസ് 2 എണ്ണം വേണം. ചെക്ക് ഡോക്യുമെന്റേഷൻ. പിന്നെ ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഈ പേഷ്യന്റിനെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്ലറിക്കൽ വർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ പരിശോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് അവരുടെ വാല്യൂബിൾസ് ഒക്കെ, ഈ പേഷ്യന്റിന് എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ ഡിസാസ്റ്റർ പെട്ടു വന്നേക്കുന്നതാണല്ലോ, അപ്പൊ അവരുടെ കയ്യിലുള്ള മൂല്യമായ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ, അതൊക്കെ ആ പേഷ്യന്റിന്റെ ഉറപ്പിനനുസരിച്ച്, അതായത് റിയഷുറൻസ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് ഉറപ്പെടുക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതൊക്കെ സൂക്ഷിക്കാനും പറ്റുമൊക്കെ ഉള്ളവര് ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ നടത്തുന്ന ഒരു ക്ലറിക്കൽ പേഴ്സണലും ഈ ഒരു ടാസ്ക് അറ്റ് ദ റിസപ്ഷനിൽ ചെയ്യേണ്ട ജോലിക്ക് അവരെ കൂടി വേണം. ഓക്കെ, പിന്നെ അറ്റൻഡന്റുമാരാണ്. 2 അറ്റൻഡൻസ് വേണം. ആരാണത്? മെഡിക്കൽ കംഫർട്ട്സ്, അതായത് ഈ പേഷ്യൻസിന് വല്ല വെള്ളമോ അല്ലെങ്കിൽ ചായയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഒന്നുകൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ഭയങ്കര ഇത്തരം ടെൻഷനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇച്ചിരി വെള്ളം കൊടുക്കുക, അല്ലെ? അതൊക്കെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, അല്ലെ? പിന്നെ മാത്രമല്ല ഇൻഫർമേഷൻസ് വിച്ച് ഈസ് ടു ബി പ്രൊവൈഡഡ് ബൈ ടു ദ റിലേറ്റീവ്സ്, അതായത് ഈ പറയുന്ന ഡിസാസ്റ്ററിൽ പെട്ടിരിക്കുന്ന ആളുകളുടെ റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനോ ഇൻഫർമേഷൻസ് കൊടുക്കാനോ, പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പറയുന്ന കാഷ്വാലിറ്റിന്ന് പേഷ്യന്റിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനോ, ഇതൊക്കെ കാര്യം ചെയ്യാനായിട്ട് ഒരു അറ്റൻഡന്റ്, 2 അറ്റൻഡന്റുമാര് വേണം. അപ്പൊ ഈ റിസപ്ഷന്റെ സ്ഥലത്ത് വേണ്ട ആളുകളെ കുറിച്ചിട്ടുള്ള ആ കീ പേഴ്സണൽസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആരൊക്കെയാണ്? ഒരു ഡോക്ടർ വേണം, 2 നഴ്സസ് വേണം, ഒരു ക്ലിനിക്കൽ ഒരു പേഴ്സണൽ വേണം, ആൻഡ് 2 അറ്റൻഡൻസ്, 2 അറ്റൻഡന്റ്മാര്. വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും ഇത് കൊടുക്കാനും മാത്രമല്ല, റിലേറ്റീവ്സിന് ഇൻഫർമേഷൻസ് സമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാനും, കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേർ ടു ബി മൂവ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണം, അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാനും. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. ഒന്ന് നോക്കിയേക്കാം, അതൊക്കെ ഒന്ന് ആരൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ചിലപ്പോ ചോദിക്കാം. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. യെസ്, കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു സാധനം എഴുതിയില്ല, അതെന്തായിരുന്നു? റേഡിയോ പേജിംഗ് സിസ്റ്റം, അല്ലെ? അതിന്റെ ഒരു ചെറിയ നോട്ട് നമുക്ക് എഴുതി വെക്കണം. ഞാൻ എനിക്ക് സമയം കഴിഞ്ഞേ ടീച്ചറിന് കഴിയുമ്പോഴാണ് ഞാനത് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് അതിന്റെ എഴുതണം. ഇന്ന് ഇത് എടുക്കുന്ന ഭാഗത്ത് 2 കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഉണ്ടാക്കി. അപ്പൊ അത് ഒരുമിച്ച് എഴുതണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ ആയിരുന്നല്ലോ, അത് അവിടെ എഴുതി വെക്കണം. കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. യെസ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് നഴ്സസ് ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ ആ ഡോക്യുമെന്റേഷനിൽ പ്രധാനമായിട്ട് പറയേണ്ട ചില മിനിമം ഡോക്യുമെന്റേഷൻ കാര്യങ്ങളാണ്. എന്താണ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് രേഖപ്പെടുത്തേണ്ടത്, ഈ പേഷ്യൻസിന്റെ മിനിമം വേണ്ട ചില കാര്യങ്ങളാണ്, ചില ഡാറ്റാസ് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ജനറൽ ഡാറ്റ, ലൈക്ക് ദെയർ നെയിംസ്, ഏജ് ആൻഡ് സെക്സ്. ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് ആളുടെ പേര്, ആളുടെ വയസ്സ്, ആളുടെ സെക്സ്, അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള കാര്യം പറ്റുമെങ്കിൽ അവരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയാ റിലേറ്റീവ്സ് ഒക്കെയാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്, തീരെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെ പേര്, അതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ.
ഓക്കെ, അല്ലെങ്കിൽ ഇവർ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഡിസാസ്റ്ററിൽ വലിയ ദുരന്തമൊക്കെ ആണെങ്കിൽ ഏതൊക്കെ ഒരു വലിയ ഏരിയനെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം അറിയാൻ പാടില്ലാത്ത ആൾക്കാരും അതിനകത്ത് ഉണ്ടാകാം. ഇന്നത്തെ കാലത്ത് ഇപ്പുറത്തിരിക്കുന്ന മുറിയിൽ നിന്ന് അപ്പുറത്തിരിക്കുന്ന ആളുകളെ മനസ്സിലാകാത്ത ആൾക്കാരാണ്. കൂടുതൽ സമയം നമ്മള് മൊബൈലുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും അവനവന്റെ കാര്യം നോക്കി നടക്കുന്നത് കൊണ്ടും എന്താ പറയാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കേട്ടാ. അപ്പൊ അത്തരം കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റും, ഈ പറയുന്ന രീതിയിലുള്ള ചില അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തീരെ വയ്യാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്പ് അവർ തന്നെ ആലോചിച്ച് ചെയ്യും. അതല്ല എങ്കിൽ മിനിമം അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ഡാറ്റയാണ് ഈ പറയുന്നത്. പിന്നെ മെഡിക്കൽ ഡാറ്റ സംബന്ധിച്ചത് ഈ പറയുന്ന പേഷ്യൻസിന്റെ ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡ്, ഔട്ട് പേഷ്യന്റ്, ഇത് കുഴപ്പമൊന്നുമില്ല, അവരിപ്പോ തന്നെ പോകുന്നവരാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ മെഡിക്കൽ ഡാറ്റയെ സംബന്ധിച്ച കാര്യങ്ങളാണ് അത് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇൻപേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അവർ വേണ്ടിയിട്ടുള്ള കാർഡ്. ജനറൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. സ്പ്ലിൻസ് ആൻഡ് ടോർണിക്കൻ അല്ലെങ്കിൽ ടോർണിക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഞ്ചില് അത് ടോർണിക്ക. ദാറ്റ് മീൻസ് അതിന്റെ പ്രൊനൗൺസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ടി അവിടെ സൈലന്റ് ആണ്, ഇംഗ്ലീഷിൽ അത് ടി നമുക്ക് എടുത്ത് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പ്ലിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ്. നമ്മളുടെ ബോൺസിനൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മളുടെ എല്ല് അസ്ഥികൾക്കൊക്കെ ബ്രോക്കൺ ഈ ഡിസാസ്റ്ററിലൊക്കെ പെട്ട് വരുന്ന ആൾക്കാരുടെ എല്ല് പൊട്ടുക അല്ലെങ്കിൽ കയ്യും കാലൊക്കെ ഒടിയുക, അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഒരു ഡിവൈസ്, അതിന്റെ പേരാണ് സ്പ്ലിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടൂർണിക്കെ എന്ന് പറയുന്നത് അത് ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു റബ്ബർ വെച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു സാധനം. എന്തിനു വേണ്ടിയിട്ടാണ് അറിയാം, നമ്മുടെ ബ്ലഡ് ഒക്കെ ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കെ ഇത് വരുമ്പോ ഒരുപാട് രക്തം ഒക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, ആ ഒരു ബ്ലഡ് ഫ്ലോയിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഓഫ് റബ്ബർ, ഇങ്ങനെ ബാൻഡ് പോലത്തെ ഒരു സാധനമാണ്. അത് അവിടെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഓവർഫ്ലോ അവിടെ എന്ത് ചെയ്യും, നിന്ന് പോകും. അതാണ് കേട്ടോ ഈ രണ്ട് സാധനം. മനസ്സിലായോ? നമ്മുടെ അസ്ഥിക്കൊക്കെ അസ്ഥിയൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെ മൂവബിൾ ആക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഡിവൈസ് ആണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ടോർണിക്ക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ വരുമ്പോ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എ സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് എന്നോ എ സ്ട്രിപ്പ് ഓഫ് റബ്ബർ എന്നോ വേണമെങ്കിൽ പറയാം. ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉപകരണങ്ങൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാവണം. കാരണം ഈ പറയുന്ന ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടായിരിക്കും കൂടുതലും ഡിസാസ്റ്ററിൽ ആളുകളെ കൊണ്ടുവരാം. അപ്പൊ ആ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ അവസ്ഥയിലേക്ക് പേഷ്യന്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡേഞ്ചറസ് സിറ്റുവേഷനെ ഓവർകം ചെയ്യാനാണ് ഇത്തരം ഉപകരണങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ, അപ്പൊ നമുക്കറിയാം ഒരു പ്രിലിമിനറി, അതായത് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ നമുക്കറിയാം അവരെ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിഷൻ രജിസ്റ്ററും അതിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മിനിമം ഡോക്യുമെന്റേഷൻ ഈ പറയുന്ന ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന പേഷ്യൻസിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇതും ചിലപ്പോ അവർക്ക് പേജ് മറന്നു പോയാ ചിലപ്പോ മറന്നു. ഇന്നലത്തെ ആദ്യം ഒന്ന് എഴുതാം കേട്ടാ. റേഡിയോ പേജിംഗ് സിസ്റ്റം എന്നൊന്ന് എഴുതാം. നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കില് അവിടെ പൊക്കത്തിലൊക്കെ മാർജിനിലൊക്കെ സ്ഥലമുണ്ട്, അവിടെ വേണമെങ്കിൽ അവിടെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എഴുതാം. അതാത് പേജിൽ എഴുതുമ്പോ ആ പേജിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും അതെന്താണാവോ എന്ന് പറഞ്ഞ്. അപ്പൊ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് കിട്ടുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ? അങ്ങനെയല്ലേ? വേറെ ബുക്ക് എടുത്ത് എഴുതുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും എഴുതിക്കോ. ബുക്കും ടെക്സ്റ്റ് ബുക്കും എടുത്ത് അങ്ങനെ ചിലർക്ക് അങ്ങനെ പഠിച്ചാലും കിട്ടില്ലൂ എന്നുണ്ടാവും, കുഴപ്പമില്ല. റേഡിയോ പേജിംഗ് സിസ്റ്റം ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A one-way communication system. One-way communication system. A one-way communication system that uses uses radio waves, radio wave, WAVES, radio waves, to send alerts, to send, SEND, send alerts, EALERTS, alerts, or short messages
or short messages to a pager or group of pagers. To a pager, P-A-G-E-R, pager or group of pagers. Group of pagers. Okay. Yes, അടുത്തത് ഏതാ? Splint. Splint എന്താണ്? ഇതാണ് S-P-L-I-N-T. Hyphenated ഏതാ? A rigid, flexible, ഒരു ദണ്ഡ് പോലത്തെ ഒരു സാധനമാണ്. ഇച്ചിരി റിജിഡ് ആണ്, പക്ഷെ ഫ്ലെക്സിബിൾ ആണ്. റിജിഡ് ഫ്ലെക്സിബിൾ ഡിവൈസ് that maintains M-A-I-N-T-A-I-N-S, maintains in position, maintains in position a displaced or movable part of broken bonds. Movable part of broken bonds. Okay. അടുത്തത് ടോർണിക്കെ അല്ലെങ്കിൽ ടോർണിക്കറ്റ് എന്നും വിളിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ടോർണിക്കറ്റ്. ഇത് ഫ്രഞ്ച് വേർഡ് ആണ്. ഹൈഫിനേറ്റ് എഴുതാം. A strip of cloth or rubber. A strip of cloth or rubber. A strip of cloth or rubber used to stop blood flow. അല്ലേ അവരെ യെസ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ട്രയേജ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലിലെ സോർട്ടിംഗ് ആണ്. നമുക്കറിയാം അവിടെ ഡിസാസ്റ്റർ ഒക്കെ അറിയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓൾറെഡി ഒരു ട്രയേജ് നടത്തിയിട്ടാണ് പേഷ്യൻസിനെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരാൻ. ആൻഡ് while reaching the patients at the ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ there will be a re-triage. നമുക്കറിയാം അവിടെയും കൊണ്ടുവന്നിട്ട് ഒരു റീട്രയേജ് കൂടി നടത്തും, വീണ്ടും ഒരു സോർട്ടിംഗ് ഒക്കെ നടത്തും. ബിക്കോസ് എന്താണ് കാരണമായിരിക്കാം? എന്തിനാ വീണ്ടും ഒരു റീട്രയേജ് നടത്തേണ്ട കാര്യം? കാരണം ഇച്ചിരി സമയം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ there may have some changes occurred in the situation of the patients. അല്ലെ? അങ്ങനെയല്ലേ? അതായത് ചിലപ്പോ കൊണ്ടുവരുന്ന വഴിക്ക് ഈ പേഷ്യൻസിന്റെ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി കാണാം. അതുകൊണ്ട് വീണ്ടും നമ്മളൊരു ഹോസ്പിറ്റൽസിൽ എത്തിയ പേഷ്യൻസിന് എന്ത് ചെയ്യണം? റീട്രയേജ് നടത്തണം. നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വിൽ ബി ഇൻജേർഡ് ഡ്യൂ ടു ദ ഡിസാസ്റ്റർ അല്ലെ. ആൻഡ് അങ്ങനെ വരുമ്പോൾ there will be an inflow of patients to the hospital at the same time. അതേ സമയം തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹോസ്പിറ്റൽസിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ
ഹോസ്പിറ്റൽസിലേക്ക് അകത്തേക്ക് വന്നു കഴിയുമ്പോഴും ഒരു എന്താ പറയാ ഇവരെ കാറ്റഗറൈസ് ചെയ്ത് ട്രയേജ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അർജന്റ്ലി അറ്റൻഡ് ചെയ്യേണ്ട പേഷ്യൻസ് ആരാണ്, അത് കഴിഞ്ഞിട്ടുള്ളവർ ആരാണെന്ന് അതിനുശേഷമാണ് വീണ്ടും തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയേജ് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ടാഗൊക്കെ കൊടുത്തില്ലേ, ഓരോരുത്തർക്ക് റെഡ് യെല്ലോ ഗ്രീൻ ടാഗുകൾ കൊടുത്തു. അതെവിടെയാ? അത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ്, ആ ഒരു എന്താ പറയാ സറൗണ്ടിങ്സിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിന് മുമ്പാണ് ആ ഒരു ട്രയേജ് നടത്തി ഇവർക്ക് ടാഗൊക്കെ കൊടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിലേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാ, ആംബുലൻസിലോ വട്ടവർ വെഹിക്കിൾസ് അവൈലബിൾ അതിലൊക്കെ കയറ്റി വിടും. പക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന ആ ഒരു ബിറ്റ്വീൻ ആ ഒരു ടൈമിങ്ങിനിടയിലും സിറ്റുവേഷൻസ് ബിക്കം വേഴ്സ് ആകാം. ചിലപ്പോൾ ചിലവരുടെ സ്ഥിതി മോശമാകാം, ചിലവർ റിക്കവർ ആകാം. ഓക്കെ, അതിജീവിച്ചിട്ട് പെട്ടെന്ന് മാറ്റങ്ങൾ വന്നും വരാം അല്ലെ? ആ പെട്ടെന്നുണ്ടായ ആഘാതമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോഴേക്കും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവരുടെ അസ്വസ്ഥതകൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു സോർട്ടിംഗ് ഒക്കെ നടത്തേണ്ടി വരും. ആ സോർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രയോറിറ്റി നോക്കുക. ഫോർ ദാറ്റ് പർപ്പസ് ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് 3 ആ ഒരു പ്രയോറിറ്റീനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ട്രയേജ് ഇല്ല, നിങ്ങൾ അത് രണ്ടും കൂടി ക്ലാഷ് ആക്കരുത്. അത് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ ട്രയേജ് അത് ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത സ്ഥലത്ത് വെച്ചിട്ടുള്ള ട്രയേജ് ആയിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്നത് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്നതിന് ശേഷം പേഷ്യൻസിലുള്ള ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി നടത്തുന്ന ട്രയേജ് ആണ്. സോ അതിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പ്രയോറിറ്റി ഈ പറയുന്ന പ്രകാരമാണ്. വിതിൻ 1 hour, അതായത് 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് ചികിത്സ കിട്ടേണ്ട വിഭാഗമാണ് കാറ്റഗറൈസ്ഡ് ആസ് പ്രയോറിറ്റി 1. അവരെ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു? പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട്. അതിനകത്ത് വരുന്ന കുറച്ച് പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെയുള്ളതൊക്കെയാണ് പ്രയോറിറ്റി 1ൽ പെടുത്തിയേക്കണം എന്നുള്ളത് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അക്യൂട്ട് കാർഡിയോ റെസ്പിറേറ്ററി ഇനാഡിക്വറ്റ്, ശ്വാസം എടുക്കാൻ വളരെയധികം എന്താ പറയാ കഷ്ടപ്പെടുന്ന ആള് എന്ന് വെച്ചാൽ ശ്വാസങ്ങള് ഭയങ്കര ശക്തിയായിട്ട് വലിക്കുന്നത്, അത് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ളവര്. പിന്നെ എന്താ പറയാ സിവിയർ ഹെമറേജ്. ഹെമറേജ് എന്താണ്? രക്തസ്രാവം, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് അല്ലെ, എന്തെങ്കിലൊക്കെ രക്തസ്രാവം വരുന്നത്. ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളത്, അകത്ത് ഉള്ളില് ബ്ലീഡിങ് ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ റപ്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളും മറ്റു വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സിവിയർ ഷോക്ക്, വളരെ അധികം ഷോക്ക് ഏറ്റ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സിവിയർ ഷോക്കുമായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയിലുള്ള പേഷ്യൻസ്. പിന്നെ സ്കൾ ഇഞ്ചുറീസ് വിത്ത് കോമ സ്റ്റേജിലേക്ക് പോകുന്ന, ഇത് ഒന്നും മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള വലിയ ഒരു സ്കൾ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ്. അപ്പൊ ഇവർക്കൊക്കെ പ്രയോറിറ്റി 1 ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിൽ പ്രയോറിറ്റി 1ൽ വരുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞതുകൊണ്ട് നമ്മളത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതാണ് 1ാമത്തെ പ്രയോറിറ്റി. ആൻഡ് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളത് അങ്ങനെ പഠിച്ചാൽ മാത്രം മതി. പ്രയോറിറ്റി 2ല് നമുക്ക് വി ക്യാൻ വെയിറ്റ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഫോർ ഫ്യൂ അവേഴ്സ്. കുറച്ച് മണിക്കൂറുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ സ്കൾ ഇഞ്ചുറീസ് ആണ് തന്നിരിക്കുന്നത്. സ്കളെന്നൊന്നും ആക്കണേ, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടാ. സ്കളെന്നാക്കണേ, ഞാനത് എന്റെ നോട്ടിൽ എങ്ങനെയാ, എന്റെ നോട്ടിൽ സ്കില്ലെന്ന് തന്നെയാ. പക്ഷെ നമ്മളവിടെ ആ സ്കിൽ എന്നുള്ള വേർഡ് അവിടെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ഞാൻ തിരുത്താനും മറന്നു. കാരണം ഞാനത് വായിച്ചത് സ്കളെന്ന് തന്നെയായിരുന്നു. നമ്മളൊന്ന് നോട്ട് വായിക്കുമല്ലോ, എന്താണ് ഇതിനകത്ത് എഴുതി വെച്ചതെന്ന് പറഞ്ഞുതരാൻ വേണ്ടി വായിച്ചപ്പോഴും നമുക്ക് സ്കളെന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വായിച്ചത്. അത് കാരണം എനിക്കത് മറ്റേത് ഞാൻ നമ്പർ അതവിടെ മെമ്പേഴ്സ് എന്നുള്ളത് നമ്പറാക്കി അത് അവിടെ എനിക്ക് പെട്ടെന്ന് ക്ലിയർ ആയി. പക്ഷെ ഇവിടെ എനിക്കത് മറന്നുപോയി. ഞാൻ അങ്ങനെ വായിച്ചു പോയി, അതുകൊണ്ടാണ്. സ്കില്ലെന്നാണ് അപ്പൊ ഒന്ന് സ്കളാക്കുക. അപ്പൊ സ്കൾ ഇഞ്ചുറീസ് വിത്ത് കോമ സ്റ്റേജിൽ എന്ന് പറയാൻ ഒന്നും അറിയില്ല, ഭയങ്കരമായിട്ട് ആൾക്ക് ഫീലിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇതായിട്ട് വരുന്ന അതാണ്. ഓക്കെ, 1ാമത്തേല് വന്നിരിക്കുന്നത്, 1ാമത്തെ പ്രയോറിറ്റിയിൽ. സെക്കൻഡ് പ്രയോറിറ്റിയിൽ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും കുഴപ്പമില്ല, അവരെ മാനേജ് ചെയ്യാം, അത്രയും സമയത്തേക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിഭാഗം, അങ്ങനത്തെ എമർജൻസി ഉള്ളവരെയാണ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള ചില എക്സാമ്പിൾസ് അവിടെ സമ്മം തന്നെയാണ് കേട്ടോ. SOME സം എന്നാണ് നമ്മുടെ സോണിക് എക്സാമ്പിൾസ് അങ്ങാണ്ടാണ് കിടക്കുന്നത്. SOME സം എക്സാമ്പിൾസ് ആണ്. അതിനകത്ത് വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്റ്റിനൽ ലെസിയൻസ്, സിവിയർ ഹെമറേജ് ഒക്കെ, അതായത് ഇൻഡസ്റ്റിനൽ എന്താ പറയാ ഈ നമ്മുടെ ഇൻഡസ്റ്റാലിറ്റിയിലെ കുടല്, വൻകുടലോ ചെറുകുടലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെയാണ് ലെസിയൻസ് എന്ന് പറഞ്ഞ ഇഞ്ചുറീസ് തന്നെയാണ്. മുറിവുകള്, അതുപോലെ തന്നെ രക്തസ്രാവം, ഓപ്പൺ ജോയിന്റ് ആൻഡ് ബോൺ ഇഞ്ചുറീസ്, ചിലർക്ക് ഇങ്ങനെ ഈ ഇതൊക്കെ എല്ലൊക്കെ മുട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക്
അറ്റാക്ക് വരിക, അല്ലെങ്കിൽ എല്ലിന് ക്ഷതം ഉണ്ടാകുക, പിന്നെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് വിത്ത് ഷോക്ക്, ഒരുപാട് മുറിവുകളോ ഇതൊക്കെ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഷോക്കും. പിന്നെ എക്സ്റ്റെൻസീവ് ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ്, അവിടെ ഇവിടെയൊക്കെ ഒടിവോ ഫ്രാക്ചേഴ്സോ പിന്നെ ഡിസ്ലൊക്കേഷനോ ഇത് പുഴ തെറ്റുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ കൂടാതെ സ്കൾ ഇഞ്ചുറീസ് വിത്തൗട്ട് കോമ, സ്കൾ ഇഞ്ചുറി ഉണ്ട് പക്ഷെ കോമ സ്റ്റേജിലല്ല. അതായത് ആൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നത് എന്താ പറയാ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൾ ഇഞ്ചുറി ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് വേണമെങ്കിൽ ഇത്തരം എന്താ പറയാ അസുഖങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ കണ്ടീഷൻസിൽ വരുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, they can be waited for a few hours. അവരെ നമുക്ക് കുറച്ചു നേരം കുറച്ച് മണിക്കൂറുകൾ വേണമെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വൈകിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നും രണ്ടും കാറ്റഗറി മനസ്സിലായോ? കാറ്റഗറിയിലെ പ്രയോറിറ്റി. ഓക്കെ, ഇൻസൈഡ് ദ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന പ്രയോറിറ്റി തിരിക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് those have to be given attention on the spot. മറ്റേത് ഒന്നാമത്തേൽ നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ, രണ്ടാമത്തേൽ പറഞ്ഞു a few hours ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അറ്റൻഷൻ അറ്റ് ദ സ്പോട്ട് ആണ്. പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ തന്നെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ടി വരും. പ്രൈം കൺസേൺ ആണ്, അതായത് ഏറ്റവും ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള കൺസേൺ ആണ് ഈ പറയുന്ന ആൾക്കാർക്ക്. ബിക്കോസ് ദേ ഹാവ് സം മോർ സീരിയസ് കേസസ്. ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല അതിനകത്ത് കുറെ പേര് they have some chances of surviving. കാരണം അവരെ നമുക്ക് തിരിച്ച് സർവൈവ് ചെയ്യിപ്പിക്കാനുള്ള ചാൻസുകളുള്ള ആൾക്കാരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ പെട്ടെന്ന് അറ്റൻഷൻ കൊടുത്താലേ അത് പറ്റുള്ളൂ, അല്ലേ? നമ്മള് അന്നേരം പറഞ്ഞപ്പോ റെഡ് എന്ന് പറയുന്ന ടാഗ് കൊടുത്തത് എവിടെയാ? നമ്മളുടെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന പ്ലേസിൽ കൊടുക്കുമ്പോൾ റെഡ് ടാഗ് കൊടുത്ത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ രീതിയിലായിരുന്നു അല്ലെ ഇവരെ സർവൈവ് ചെയ്യാൻ എത്രയും പെട്ടെന്ന്. പക്ഷെ ഇവിടെ പ്രയോറിറ്റി 3 ആണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ മോർ സീരിയസ് ആയിട്ടുള്ള കേസസിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആളുകളെ, കാരണം അവരെ പെട്ടെന്ന് പോയി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെ സർവൈവ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൊടുക്കണം. അതേസമയം തന്നെ ഇവർ പറയുന്നു ഇവിടെ ചില ആൾക്കാർക്ക് ക്യാൻ ബി, അവരപ്പ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി വേഗം തന്നെ ഗിവൺ ട്രീറ്റ്മെന്റ് അറ്റ് സ്പോട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. എന്നാൽ ഈ പറയുന്ന ഗ്രൂപ്പിൽ തന്നെ ഈ പ്രയോറിറ്റി 3 തന്നെ വെരി സീരിയസ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. പക്ഷേ നോ ചാൻസ് ഓഫ് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആളുകളും ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടാകാം. മാത്രമല്ല ഇവരെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെറുതെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേറെ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ പ്രയോറിറ്റിയിൽപ്പെട്ട ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ആ ഒരു സമയം അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഈ 3 മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ളവര് സർവൈവ് ചെയ്യുന്നവരും അറ്റ് ദ സെയിം ടൈം സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തവരും വരുന്നുണ്ട്. അതാണ് ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുവന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ക്ലിയർ ആയോ? മനസ്സിലായോ ആ പറഞ്ഞ കാര്യം? രണ്ടും തമ്മിൽ ക്ലാഷ് ആവരുത്. നമ്മൾ നേരത്തെ കാറ്റഗറൈസ് ചെയ്തു. കാറ്റഗറി നമ്പർ 1, 2, 3, 4 പറഞ്ഞു. അതിൽ 4 ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസ് ആണെന്ന് പറഞ്ഞു, ആളുകളാണെന്ന് പറഞ്ഞു. അതേസമയം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആളുകളെ കാറ്റഗറി നമ്പർ 1 നമ്മൾ പെടുത്തിയിരുന്നു. പക്ഷെ ഇവിടെ 3rd കാറ്റഗറിയിൽ ബോത്ത് ഈ രണ്ടുപേരും സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പോട്ടിൽ അറ്റൻഡ് ചെയ്യേണ്ട പേഷ്യൻസും ആൻഡ് അറ്റ് ദ സെയിം ടൈം സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു. അപ്പൊ അറ്റൻഡ് ചെയ്യേണ്ടവരെ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെ അറ്റ് ദ സ്പോട്ടിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതേഴ്സ് മറ്റുള്ളവർ സർവൈവ് ചെയ്യാൻ സാധ്യതകൾ വളരെ കുറവാണ്, 1% പോലും നോ ചാൻസ് എന്നാണെങ്കിൽ അവിടെ ചികിത്സിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ടോ എന്ന് നമുക്ക് നേടാനില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള കാഷ്വാലിറ്റീസ് ഒക്കെ വരുമ്പോ എന്താ പറയാ 60% ഓഫ് ഓൾ കാഷ്വാലിറ്റീസ് ട്രീറ്റ്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ 60% ഹോസ്പിറ്റലിനകത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതർവൈസ് അതിന് മാത്രമല്ല അവർക്ക് എമർജൻസി സർജറീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസിലേക്ക് വരാറുള്ളത്. മനസ്സിലായോ? ഈ ഇത്തരം ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിൽ 60% ആളുകൾക്ക് they have to forgo some surgeries. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പലതരത്തിലുള്ള സർജറീസും കൊടുക്കേണ്ടി വരുന്ന പേഷ്യൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം ലാഗ് ചെയ്തോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചാൽ അതെന്ത് പറ്റും? അതായത് നമുക്ക് ജീവിതത്തെ തിരിച്ചിപ്പിക്കാൻ പറ്റുന്നവരെ പോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. അപ്പൊ അതൊക്കെ കെയർ ചെയ്യണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. ക്ലിയർ ആയോ? ക്ലിയർ? അതൊന്ന് വായിച്ചു നോക്കിയാ പ്രയോറിറ്റീസ് ഒന്ന് വെറുതെ ഒന്ന് വേഗം ഒന്ന് 1, 2, 3 ഒന്ന് നോക്കിച്ചു നോക്കിയേ.
ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ് ആൻഡ് അലോക്കേഷൻ ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക സ്ഥലങ്ങളും അതുപോലെ തന്നെ പേഷ്യൻസിനെ പല രീതിയിലേക്ക് പല സ്ഥലങ്ങളിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം അക്യൂട്ട് കെയർ വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട പേഷ്യൻസിനെ നമുക്ക് വാർഡ്സിലേക്ക് ഒക്കെ മാറ്റേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിൽ തന്നെ ഓൾറെഡി ഒരു വാർഡുകളൊക്കെ ഉണ്ടാക്കി അല്ലെ, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അങ്ങനെ. അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റുകൾ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ നിലവിലുള്ള വാർഡുകൾ മാത്രം ചിലപ്പോൾ ഇത്തരം പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പോരാതെ വരും. അതുകൊണ്ട് they have to maintain some acute care wards. ഇവർക്ക് തീവ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാൻ പറ്റിയ വാർഡുകളും എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള റിസോഴ്സസ് അല്ലെ, അതുപോലെ എക്യുപ്മെന്റുകൾ ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളത് എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള സൗകര്യങ്ങളോ റിസോഴ്സസോ എക്യുപ്മെന്റുകളോ ഇതുപോലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തരുന്നില്ല എങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പോരായ്മകളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ they have to take some care for discharging some patients അല്ലെ. ചില പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അന്നേരം അവർ ചെയ്യണം. ആൻഡ് ഓൾസോ ഹോസ്പിറ്റലിന്റെ നിയർ ബൈ ബിൽഡിംഗ്സ് ക്യാൻ ബി എക്സ്പാൻഡഡ് ഫോർ മേക്കിംഗ് യൂസ് ഓഫ് സച്ച് അലോക്കേഷൻ ആൻഡ് ഹോൾഡിംഗ് ഏരിയാസ്. ഈ പറയുന്ന പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനോ അലോക്കേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റൽസിന്റെ നിയർ ബൈ ബിൽഡിംഗ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ ഹോസ്പിറ്റലിന് സൗകര്യമില്ലെങ്കിൽ അടുത്തുള്ള ഒരു സ്ഥലം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? മുന്നിൽ കണ്ടോളാം. ഇവിടെ എന്തെങ്കിലും വന്നാൽ അപ്പൊ അങ്ങോട്ട് അത് നമ്മുടെ കയ്യില് ഉണ്ടാകണം. അപ്പൊ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതൊക്കെ അവരോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചേക്കണം അല്ലെ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ പല നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കില്ല അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ട്, ചിലപ്പോൾ അടുത്തുള്ള നെയ്ബർഹുഡിലായിരിക്കും. ആ നെയ്ബർഹുഡ് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ടൗണിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ജില്ലയിൽ നിന്നൊക്കെയാണ് ഇത്രയും പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ബിൽഡിംഗ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് കൂടി നമ്മളോടൊപ്പം എന്ത് ചെയ്യണം? കോപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ അവരോട് അനുവാദമൊക്കെ ചോദിച്ചത് വെച്ചേക്കാൻ നല്ലതാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഇതുപോലെ നേരത്തെ പറഞ്ഞു വെക്കും, വെള്ളപ്പൊക്കം വരുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വരൂട്ടാ എന്ന്. കാരണം 2 ദിവസം അടുപ്പിച്ച് 3 ദിവസം അടുപ്പിച്ച് വെള്ളം വന്നു കഴിയുമ്പോ കുറച്ച് വെള്ളം പോകുമ്പോ അപ്പൊ തന്നെ കെട്ടുകടയൊക്കെ എടുത്തിട്ട് നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിലേക്ക്, നമ്മുടെ സ്വന്തക്കാരുടെ വീടുകളിലേക്ക് കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം തന്നെ കേട്ടിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമ്മള് പോകാൻ വേണ്ടി നേരത്തെ പറഞ്ഞു വെക്കും അല്ലെ. അതെന്താ കാരണം? നമ്മളത് പഠിച്ചുപോയി അല്ലെ, അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ആ ഒരു സീനൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ആ ഒരു ഹോൾഡിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി കണ്ടുവെക്കണം എന്നാണ് പറയാ. അതിന് വേണ്ടിയിട്ട് they can predetermine some places. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾക്ക്, അതായത് ഹോസ്പിറ്റൽസിന്റെ വാർഡിന് വേണ്ടിയിട്ട് അങ്ങനെ ചില വാർഡിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും റൂമുകൾ, ക്ലാസ് റൂമുകൾ, ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി പ്രീഡിറ്റർമിൻ ചെയ്ത് വെക്കാം പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവർ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കുക. സിസ്റ്റമാറ്റിക്കലി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അവർക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്പർ ഓഫ് ബെഡ്സ്, എത്ര ബെഡുകളുണ്ട്, എവിടെയാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ജോലിക്കാരൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന ഓരോ ഏരിയാസിലും അതൊക്കെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇന്ന ആൾക്കാരാണ് ഇന്ന ഭാഗം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്തല്ലേ, അപ്പൊ പല സ്ഥലങ്ങളിലായിരിക്കും. ഒരു സ്ഥലത്ത് അവിടെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ പല സ്ഥലത്തും ഓരോരുത്തർക്കും അവിടെ ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് ഇന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? അത് എടുത്തു വെക്കണം. അതൊക്കെ നേരത്തെ കൂട്ടി ഡിറ്റർമിൻ ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ. ഇനി മാത്രമല്ല ഓരോ ഏരിയയിലും കോംപ്ലിമെന്റ് എന്താ പറയാ ഡിസൈഡ് ഐറ്റംസ് ഒക്കെ മറ്റ് പല വസ്തുക്കള്, കബോർഡ്,
ഡ്രഗ്സ്, മെഡിസിൻസ്, ഡ്രസ്സിങ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ട്രേസ്, ഇതൊക്കെ ഇതുപോലുള്ള എസെൻഷ്യൽ ഐറ്റംസും ഈ പറയുന്ന വാർഡുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. എവിടെയാണോ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് അവിടെ ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറയാം. ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇതൊക്കെ വെറുതെ പേഷ്യൻസിനെ കൊണ്ടായിട്ടൊരു കാര്യമില്ലല്ലോ, അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, വായിച്ചു നോക്കാമോ? അത്രയും ഭാഗം ആ കുഞ്ഞ് 2 പാരഗ്രാഫ്. ക്ലിയർ ആയോ? അവിടെ വരെ ആ ഒരു പാരഗ്രാഫിന്റെ അവിടെ വരെ മനസ്സിലായി എല്ലാവർക്കും? യെസ്. പിന്നെന്താ, നമുക്കറിയാം ഈ ഡിസാസ്റ്ററിൽ സർജൻസിനും ഫിസിഷ്യൻസിനും ഒക്കെ നല്ല പങ്കാണുള്ളത്. അവര് എന്താ പറയാ, അവരുടെ കൂടെ മറ്റ് സ്പെഷ്യലിസ്റ്റുകളെയൊക്കെ they have to adjust themselves to handle the situation അല്ലെ. ഈ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ഒക്കെ അവരുടെ ഒപ്പം തന്നെ മറ്റു പല സ്പെഷ്യലിസ്റ്റിനെ, കാരണം വെച്ചാൽ ഫിസിഷ്യൻസിനൊക്കെ അവരുടെ ഏരിയ നമുക്കറിയാം ജനറൽ പ്രാക്ടീഷണേഴ്സ് ആണ് അല്ലെ. അവർക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്രാക്ഷൻസും ഈ ഡിസ്ലൊക്കേഷൻസും ഒക്കെ ആ ഒരു വിഭാഗത്തിൽ മാത്രമേ, സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രമേ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏതോ തലയുടെ ഭാഗമാണെങ്കിൽ അങ്ങനെ, അപ്പൊ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും അതനുസരിച്ച് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അണ്ടർ ദ ഡിറക്ഷൻ ഓഫ് ദ സ്പെഷ്യലിസ്റ്റ്. ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ ഡിറക്ഷൻ പ്രകാരം എല്ലാ സ്റ്റാഫും, ഓൾമോസ്റ്റ് നമ്മുടെ സർജിക്കൽ സ്റ്റാഫ് അടക്കം എല്ലാവരും ഈ ഒരു മാനേജ്മെന്റിൽ പങ്കാളികളാകണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ എന്താ പറയാ ഇഞ്ചുറീസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതനുസരിച്ച് സ്പെഷ്യലിസ്റ്റുകൾ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ ഗൈഡ് ലൈൻസ് ആയിട്ട് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാം. ആൻഡ് ഈ പറയുന്ന പേഷ്യൻസിന്റെ അഡ്മിഷൻ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആളുകൾ വേണം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടു അതർ വാർഡ്സ്, മറ്റു വാർഡുകളിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടണോ, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ, ഇതെല്ലാം തന്നെ സീനിയർ ഡോക്ടേഴ്സ് ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ. അതായത് അവരാണ് പറയേണ്ടത്, സീനിയർ ഡോക്ടേഴ്സ് അത് വന്ന് നോക്കി ഓരോ വാർഡിലൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന പല പല സ്ഥലത്തൊക്കെ ആയിരിക്കും, അവിടെയൊക്കെ ചെന്ന് നോക്കി ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്, ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ, അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ വീടുകളിലേക്ക് പോകാൻ പറ്റുന്നവരാണോ, ഏത് രീതിയിലാണ് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി സീനിയർ ഡോക്ടർക്ക് തന്നെയാണ്. ആൻഡ് ഓൾസോ they should have എന്താ പറയാ ഷെഡ്യൂൾഡ് ടൈം. അതിന് വേണ്ടിയിട്ട് അവരൊരു സമയമൊക്കെ എന്താ പറയാ നേരത്തെ കൂട്ടി തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയി റൗണ്ട്സിന് ഹോസ്പിറ്റലിൽ പോകും. അതുപോലെ അല്ല, ഇവിടെ റൗണ്ട്സ് ആയിട്ട് പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ടൈം ഷെഡ്യൂളൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന്
ഹോസ്പിറ്റൽസിൽ ഓൾറെഡി അവർക്ക് റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അത് കൂടാതെ ഇവിടെയും വന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഒരു ടൈം സ്കെഡ്യൂളൊക്കെ ഉണ്ടാക്കി വെക്കണം. അതനുസരിച്ച് ക്ലിനിക്കൽ അറ്റൻഷൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ദേ ഷുഡ് ബി സപ്ലൈഡ് വേണ്ട പേഷ്യൻസിന് അവർക്ക് വേണ്ട ലിനൻസ്, മാട്രസ്, ബ്ലാങ്കറ്റ്സ്, എമർജൻസി ക്ലോത്തിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരു പ്ലാനിനകത്ത് കൊണ്ടുവരണം. ഏത് പ്ലാനില്? ഡിസാസ്റ്റർ പ്ലാനില്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസ്, പേഴ്സൺ ഇൻ ചാർജ്, ആൻഡ് ഓൾസോ ഈ പറയുന്ന കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പേഴ്സണൽസ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കൃത്യമായിട്ട് പ്ലാനിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ വേണ്ടതാണെന്നുള്ളത് അല്ലെ. ഇതൊക്കെ വായിക്കുമ്പോഴേ തന്നെ നമ്മുടെ തലയിൽ കയറും. കാരണം അത്ര വലിയ വലിച്ചു നീട്ടിയൊന്നും ഞാനിവിടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ നമുക്ക് പഠിക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ വരെ വായിച്ചു നോക്കാലോ അല്ലെ. ഇത്ര വരെ ക്ലിയർ അല്ലേ? അടുത്ത പേഷ്യന്റ് ടേൺ ഓവർ ആണ്. പേഷ്യന്റുകളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ 3-4 പേജൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇനിയിപ്പോ വീണ്ടും അത് പറഞ്ഞ് കുറെ പറയണ്ടേ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞു നോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് നമുക്ക് ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് തരാം അല്ലെ. ഓരോ പേജിൽ ഇമ്പോർട്ടന്റ് ഒരു വേർഡ് അല്ലല്ലോ, സെന്റൻസ്. അപ്പൊ എനിക്കൊന്ന് നോക്കിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തേ അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. അല്ലാതെ വെറുതെ നമ്മള് മറ്റേ ചാപ്റ്ററിൽ ഇങ്ങനെ ചെയ്തില്ലേ, മെഡിക്കൽ ടെർമിനോളജിയിൽ ഓരോ പേജ് കഴിഞ്ഞപ്പോ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത്, അതുപോലെ ഇത് പറ്റില്ല. നമ്മൾ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വായിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്തത് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ചെയ്യാം. അത് മതിയില്ലേ? യെസ്. അപ്പൊ ഓക്കെ, സീ യു നെക്സ്റ്റ്. Thank you. Thank you, ma'am. Thank you, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.